വിവാദങ്ങൾക്കിടെ NSS പൊതുയോഗം പെരുന്നയിലെ ആസ്ഥാനത്ത് നിന്ന് ചേരും. സംഘടനയുടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാനാണ് പൊതുയോഗം ചേരുന്നത്. NSSന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റവും യോഗത്തിൽ ചർച്ചയായേക്കും. ഷിനോജ് ST വിവരങ്ങളുമായുണ്ട്. ഷിനോജ്, ചില NSS അംഗങ്ങൾ പുതിയ നിലപാടിൽ പ്രതിഷേധിച്ച് രാജി പ്രഖ്യാപിക്കുകയും ചില കരയോഗങ്ങളെങ്കിലും അവസരങ്ങൾ ഉയരുകയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ NSS പൊതുയോഗത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമോ? അഭിലാഷ്, അതിനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും 2024-2025 സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകളുടെ അംഗീകാരം, അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപേ തന്നെ വിളിച്ച യോഗമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പലയിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:30-ക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപേ വിളിച്ച യോഗമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കുന്നതിന് മുൻപേ ക്രമീകരിച്ച യോഗമാണ്. അതിനുശേഷമാണ് അയ്യപ്പ സംഗമം നടക്കുന്നത്. NSSന്റെ സർക്കാർ അനുകൂല നിലപാടൊക്കെ വരുന്നത് അതിനുശേഷമാണ്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ അത്തരം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ചർച്ചയാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ 2024-2025 സാമ്പത്തിക വർഷത്തെ ഈ വരവ് ചെലവ് കണക്കുകളുടെ അതിൻ്റെ അംഗീകാരം മാത്രമാണ്. അതിനുശേഷം ഈ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രസംഗം സാധാരണ ഇത്തരം യോഗങ്ങളിൽ ഉണ്ടാകും. ഈ പ്രസംഗത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമോ എന്നുള്ള കാര്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്, പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് വ്യാപകമായ രീതിയിൽ പ്രതിഷേധം പലയിടങ്ങളിലുമൊക്കെ തന്നെ പല കരയോഗങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. പലരും രാജിവെക്കുന്നത് നമ്മൾ കണ്ടു. കരയോഗം നേതൃത്വമുള്ള ആളുകൾ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നതൊക്കെ തന്നെ കണ്ടു. അത്തരത്തിലുള്ള പരസ്യമായി വരുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇന്ന് ഇവിടെ ഈ നടക്കുന്ന ഈ പൊതുയോഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തായാലും 11:30-ക്കാണ് യോഗം. അല്പസമയത്തിലുള്ള തന്നെ പ്രതിനിധികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും മാധ്യമങ്ങൾക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പൊതുയോഗം കവർ ചെയ്യുന്നതിലൊന്നും തന്നെ അനുവാദമില്ല. നമ്മളെല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ വിശദീകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. തീർച്ചയായും NSSന്റെ ആസ്ഥാനത്താണ് ഷിനോജ് ST ഉള്ളത്. ചില കരയോഗങ്ങൾ എതിരഭിപ്രായം ഉയർത്തിയ സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിൽ, ഈ യോഗത്തിൽ ആ എതിരഭിപ്രായം ഉയരുമോ എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. മാധ്യമങ്ങൾക്ക് NSS ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് പ്രവേശനമില്ല.